Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ വൻപയർ മെഴുക്കുവരട്ടി അല്ലെങ്കിൽ ഒലർത്തിന്റെ റെസിപ്പി കാണാം. വൻപയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് വൻപയർ വേണം. 1 കപ്പ് വൻപയറാണ് എടുത്തേക്കുന്നത്. ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കുക. കുതിർത്ത് വെക്കാതെ നമുക്ക് വൻപയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലെന്ന് മാത്രമേ ഉള്ളൂ. പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യുക. വൻപയറിലേക്ക് വെള്ളം ചേർക്കാം. ഒന്നര കപ്പ് വെള്ളം ചേർക്കാം. അതിലേക്ക് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഇത്ര ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മിക്സ് ചെയ്യുക. അതിനുശേഷം വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരെ കുക്ക് ചെയ്തു. അതിനുശേഷം ഓഫ് ചെയ്തിട്ടേക്കാണ്. ആ പ്രഷർ മൊത്തം പോയ ശേഷം തുറക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. ഒരു 6 അല്ലി ചുവന്നുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഹോളായിട്ട്. അപ്പം ഞാൻ ഇന്നിവിടെ ചേർക്കാൻ പോകുന്നത് ചതച്ച മുളക് റെഡി മെയ്ഡ് വാങ്ങിക്കത്തില്ലേ, അതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നമ്മൾ ചതയ്ക്കുമ്പോൾ ഒരു 3-4 വറ്റൽമുളക് ചതച്ച് വേണേലും എടുക്കാം. എരിവ് കണക്കാക്കി എടുക്കാം. ഇതെല്ലാം കൂടെ ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി അരയേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിന്. ഇവിടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി. നമുക്ക് തുറക്കാം. വെള്ളമൊക്കെ പറ്റി. നമ്മൾ കുക്കർ തുറന്ന് കഴിയുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പറ്റിച്ചെടുത്താലും മതി. തുറന്ന് ഓപ്പൺ ഫ്ലെയിമിലിട്ട് പറ്റിച്ചെടുത്താലും മതി. ഇനി ഇത് ഒലത്തിയെടുക്കണം. കൊലത്താനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇവിടെ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ചതച്ച ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴറ്റിയെടുക്കാം. ആ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയൊക്കെ പച്ചമണം മാറി നല്ലൊരു മൂത്ത മണം വരണം. അതുവരെ വഴറ്റുക. വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ മൂത്തു. ഇനിയത്തേക്ക് ചതച്ച മുളക് ചേർക്കാം. ഇതെപ്പോഴും അവരവരുടെ വീടുകളിലെ എരിവിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ചേർക്കുക. ഞാനൊരു 1.5 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർക്കുന്നത്. ഇനി കറിവേപ്പില, വേവിച്ച് വെച്ചേക്കുന്ന പയർ ഇതിലേക്ക് ചേർക്കാം. ഈ അരപ്പെല്ലാം പയറിൽ പിടിക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിന്ന് ഉപയോഗിച്ചത് 1 കപ്പ് പയറാണ്. അത് അരമണിക്കൂർ സോക്ക് ചെയ്ത ശേഷമാണ് ഉപയോഗിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളത്തിൽ 1 വിസിൽ അത് വേവും. നമ്മൾ കൂടുതൽ നേരം സോക്ക് ചെയ്യുവാണെങ്കിൽ പയർ പെട്ടെന്ന് വേവും. അതെപ്പോഴും കണക്കാക്കുക. അതുപോലെ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവും നമ്മൾ എത്ര നേരം സോക്ക് ചെയ്യുന്നതിനെ വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഒത്തിരി നേരം സോക്ക് ചെയ്യുവാണെങ്കിൽ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല. നമ്മുടെ പയർ മെഴുക്കുവരട്ടി അല്ലെങ്കിൽ ഒലർത്ത് റെഡിയാണ്. സെർവിങ് ബോളിലേക്ക് മാറ്റാം.
പിന്നെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ട് പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. കൂടുതൽ നന്നായിട്ട് മൊരിയണമെങ്കിൽ കൂടുതൽ നേരം എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയാൽ കൂടുതൽ മൊരിഞ്ഞ് കിട്ടും. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുക. ഇന്ന് ഞാൻ ഷെയർ ചെയ്തേക്കുന്ന ഈ ക്വാണ്ടിറ്റി 4 തൊട്ട് 5 പേർക്ക് വരെ കഴിക്കാവുന്നൊരു പോർഷനാണ്. നല്ല ചൂട് ചോറും ഈ ഒരു പയർ മെഴുക്കുവരട്ടിയും നല്ല ചമ്മന്തിയും ഒരു പപ്പടവും ഉണ്ടെങ്കിൽ നല്ല രുചിയായിട്ട് ചോറ് കഴിക്കാം. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.